ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപാട് കാലമായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുക എന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലേ. രാവുകളെന്നോ പകലുകളെന്നോ ഇല്ലാതെ പലപ്പോഴും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മുടെ പാരൻസ് അതിന് സപ്പോർട്ട് വേണം, നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് സപ്പോർട്ട് വേണം, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് വേണം. അങ്ങനെയൊക്കെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ 2 കുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. പാപ്പിനിശ്ശേരിയുള്ള, അതായത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയുള്ള 2 വിദ്യാർത്ഥികളാണ്. ഒരാളുടെ പേര് അപ്ലഹും മറ്റേ പേര് രുക്മയാണ്. സോ ഇവർ 2 പേരും അസ്ത്ര ബാച്ചിലുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. ആദ്യം നമുക്ക് അപ്ലൈ നിന്ന് തുടങ്ങാം അല്ലേ? അപ്ലൈ ഇതൊക്കെയാണ് സുഖല്ലേ? ടെൻഷൻ ഉണ്ടോ വീഡിയോന്റെ മുന്നിൽ നിൽക്കാൻ? ചെറുതായിട്ട്. അപ്പൊ എങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി? 10ാം ക്ലാസ്സില് ഞാന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഫാമിലി മെമ്പേഴ്സ് എല്ലാം കുറച്ച് ഇതായിരുന്നു. 10ാം ക്ലാസ് ഭയങ്കര സംഭവമാണ്, പഠിക്കണം, നല്ലോണം പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അസ്ത്ര ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജോയിൻ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ കുറെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ, റിലേറ്റീവ്സ്, അവരൊക്കെ അവർ പറഞ്ഞ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ പിള്ളേർ പഠിക്കൂല, ശ്രദ്ധ മാറും, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവള് സൈലത്തിന്റെ നീറ്റ് ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ ചേർന്നോ, അടിപൊളി ക്ലാസ് ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് എന്റെയും ഞാനും വേറൊരു കസിനും ഉണ്ട് എന്റെ സെയിം ഏജാ. അപ്പൊ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജോയിൻ ചെയ്ത് സൈലാസ്ത്ര 2.0 നിങ്ങൾക്ക് 2.0 വരാൻ പോവാണ് കേട്ടോ. 2.0 ജോയിൻ ചെയ്യപ്പെട്ടു. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നല്ലോണം ഒന്ന് പഠിച്ച് വന്നു. ഓൺ എക്സാമിൽ നല്ല സ്കോറൊക്കെ വാങ്ങി. പിന്നീട് നമ്മളെ സ്പോർട്സിന്റെതും കലോത്സവത്തിന്റെയും ശാസ്ത്രമേള ആ ഒരു ടൈമില്ലേ, ആ ടൈം നല്ലോണം ബാക്കായി. പിന്നെ 10ാം ക്ലാസ് ലൈഫ് കുറച്ച് ഉഴപ്പി. അതായത് സ്പോർട്സിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഏതൊക്കെ ഇവന്റ് ഏതായിരുന്നു? ബാഡ്മിന്റൺ അല്ലേ? സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് വിചാരിക്കുന്ന പോലെ. അതേപോലെ ഫുട്ബോൾ, അതിൽ സബ് ജില്ല, നമ്മളെ കബഡി. എന്തായാലും നമ്മളെ ക്ലാസ് മിസ്സാവുമല്ലോ ഏതിന് പോവാണെങ്കിലും. സ്കൂളിലെ ക്ലാസ് ആയാലും മിസ്സായി. അതേപോലെ പുറത്തുനിന്ന് ട്രെയിനിങ്ങിനെല്ലാം പോകുമ്പോൾ അങ്ങനെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അങ്ങനെ മിസ്സായി പോയി. പിന്നെ ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് വന്നേരം മാത്സില് ഓൺ എക്സാമിന് 72-75 മാർക്ക് ഉണ്ടായി. എനിക്ക് 50-40 ആ ഒരു നന്നായിട്ട് ഒന്ന് കുറഞ്ഞു. പിന്നെ എല്ലാരും പറഞ്ഞ് ഉഴപ്പാൻ തുടങ്ങിയത് അങ്ങനെയാണെന്നല്ലോ പറഞ്ഞു. പിന്നെ സൈലത്തിന്റെ റിവിഷൻ ബാച്ച് വന്നല്ലോ. റിവിഷൻ ബാച്ച് വന്നേരോ ഇൻസ്റ്റാലാണ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാലിലെ കാരണം ആ PDF ഉണ്ടല്ലോ, PDF പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് സ്വന്തമായിട്ട് തന്നെ നോട്ട്സ് ഉണ്ടാക്കി. അങ്ങനെ രാത്രി ഉറക്കമല്ലോ കഴിഞ്ഞിട്ടായിരുന്നു പഠിച്ചത്. എന്നിട്ട് റിസൾട്ട് വന്നേരം ഫുൾ A+ കിട്ടി. കാരണം എന്റെ സ്വഭാവം വെച്ചിട്ട് ആരും എനിക്ക് കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയല്ലേ. ഞാൻ തന്നെ എന്റെ റിസൾട്ട് വരുന്ന ടൈം ഫാമിലി ഒരു കസിന്റെ മാരേജിന്റെ ടൈമായിരുന്നു വന്നേ. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ടെൻഷൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് റിസൾട്ട് വരുന്ന ടൈമില്. നമ്മ 3 ആളാണ് കസിൻസ് 10ാം ക്ലാസ്സിലുള്ളത്. അപ്പൊ നമ്മള് 3 ആളെ ഇങ്ങനെ ടെൻഷൻ ആക്കിട്ട് ലാസ്റ്റ് എനിക്ക് ഈ ഹിന്ദിയിലൊന്നും എന്തായാലും കിട്ടൂല എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാന് വീട്ടിന്റെ പുറത്ത് ഒറ്റക്ക് പോയിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഞാൻ തന്നെ ഇങ്ങനെ കണ്ണു തള്ളിപ്പോയി. ലൈക്ക് A+ ഞാനിങ്ങനെ ഉണ്ടായിരുന്നു. A+ കണ്ടപ്പോ എന്റെ സന്തോഷം തുള്ളി ചാടി ഓടി. അപ്പോ എന്റെ കസിൻസ്, മറ്റേ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് സജാന്ന് പറഞ്ഞ, അവൾക്കും ഫുൾ A+ ആണ്. മറ്റോന് റിയാനോ അത്യാവശ്യം നല്ല മാർക്ക്. ആരൊക്കെ സൈലന്റ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാറുണ്ടോ? 3 ആളും ബാച്ചിലില്ല തന്നെ. എന്നിട്ട് ഇൻസ്റ്റാലാണ് തന്നെ. പക്ഷെ ഞാൻ എന്താ റിഗ്രറ്റ് ചെയ്യുന്ന വെച്ചാല് ആദ്യമേ പഠിച്ചു തുടങ്ങാത്തതാണ് ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി നമുക്ക് നോളജ് കൂട്ടാമായിരുന്നു തന്നെ. കാരണം ലാസ്റ്റ് തൊട്ട് ഫുൾ പ്രഷറായി, ഉറങ്ങാതെ നോമ്പിന്റെ ടൈം ആയിരുന്നല്ലോ എക്സാമിന്റെ. അപ്പൊ ഉറക്കവും കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റിലേക്ക് വെച്ചപ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പക്ഷെ നേടിയെടുത്തു. എന്തെങ്കിലും മറികടന്നെന്ന് പറയുന്നത്. സ്ഥലത്തിലെ ടീച്ചേഴ്സ് തന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാല് അവരത്രക്കോളം ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മള് ഉറക്കം തോന്നുന്നില്ല രീതിയിൽ. അപ്പൊ ആ ടൈം ഡാൻസും പാട്ടുകളെല്ലാം ആക്കി എൻജോയ് ആക്കി നല്ല രീതിയിൽ തന്നെ പഠിച്ചു വന്നു. എന്തായാലും സന്തോഷം. നമ്മുടെ രുക്മമോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം അമ്മയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അമ്മനോടൊന്ന് സംസാരിപ്പിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ് ലൈഫ് എന്നെല്ലാം വെച്ചാല് അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് മുതലേ വീട്ടിൽ നിന്ന് പ്രഷറുകളോട്ട് ഇങ്ങനെ പറയുമോ 10ാം ക്ലാസ് ആണ്? എല്ലാരും അതെ, അമ്മ മാത്രല്ല ഫാമിലിയിൽ എല്ലാരും 10നെ കുറിച്ച് പറഞ്ഞു പേടി കയറ്റി. ആദ്യമെല്ലാം ഞാൻ ഓഫ്ലൈനായിട്ട് ട്യൂഷൻ വേറെ തന്നെ സെന്ററിൽ പോയിട്ടാ പഠിച്ചത്. അവിടെ 8 മുതലേ സ്റ്റാർട്ടിങ് ആയിരുന്നു. 10th കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ ടൈമെല്ലാം പോയി. പിന്നെ കുറച്ച് നേരം അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ
അവിടുന്ന് നിർത്തിയിട്ട് ട്യൂഷൻ യൂട്യൂബ് ക്ലാസ് കണ്ട്. യൂട്യൂബ് ക്ലാസ് ഉണ്ട്. ഓക്കെ. പിന്നെ അമ്മ PSCന്റെ ക്ലാസ് കാണലുണ്ടായിരുന്നു സൈലത്തിന്റെ. സ്റ്റുഡന്റ് ആണല്ലേ? ശരി. അമ്മ വഴിയാന്ന് അറിഞ്ഞതും പിന്നെ ക്ലാസ് കാണാൻ തുടങ്ങിയതും എക്സാം വിന്നറും എല്ലാം കാണലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലെല്ലാം ബെറ്റർ ആയിട്ട് സൈലം തോന്നി. പിന്നെ അങ്ങനെ അസ്ത്ര ബാച്ച് എടുത്ത് അത് പിന്നെ ആദ്യമെല്ലാം നല്ല ഇൻട്രസ്റ്റോടെ പഠിച്ച് പിന്നെ കുറച്ചങ്ങ് ലോ ആയി, മാർക്കെല്ലാം കുറഞ്ഞ് മോഡലിന്റെ ടൈം ഉഴപ്പി മാർക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 2 കുട്ടികളും പറഞ്ഞൊരു ടൈമുണ്ട്, ഞാൻ വീണ്ടും പറയാണ്. 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഓണം വരെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അങ്ങനെ എല്ലാവരും പഠിക്കും. ഓണത്തിന് ശേഷം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നും പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഓണത്തിന് ശേഷം ക്രിസ്മസ് എക്സാം വരെയുള്ള ടൈം ഉഴപ്പുന്ന ടൈമാണ് കൂടുതൽ കുട്ടികളും. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവരുത്. മറ്റുള്ള കുട്ടികളൊക്കെ ഉഴപ്പുന്ന സമയത്ത്, ഞങ്ങൾ കുറ്റപ്പെടുത്തല്ലോ ഇപ്പം അങ്ങനെ വിചാരിക്കുന്നത്, ഉഴപ്പുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടാൽ മതി. മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ഉഴപ്പിയത് കൊണ്ട് എനിക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് അധികം പ്രഷർ എടുക്കേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നത്. ഇനി മോള് പറഞ്ഞു. മോഡൽ എക്സാമിനെല്ലാം മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വർക്ക് എക്സ്പീരിയൻസിനെല്ലാം പോയി. അതിൻ്റെ ടൈമും ക്ലാസ് എല്ലാം കട്ടായി. അപ്പോൾ ആ മിസ്സായ ക്ലാസ്സുള്ള സൈലത്തിന്റെ കണ്ടന്റാണ് പഠിച്ചത്. അതേപോലെ ഇൻസ്റ്റാലാണ്. അത് വളരെ യൂസ് ആയി അവസാന ഘട്ടത്തിൽ. പിന്നെ വിചാരിച്ചിട്ടില്ല, വീട്ടിലെല്ലാം ഏതു നേരം ഫോണിലാന്ന് പറഞ്ഞ അമ്മമ്മ വഴക്ക് പറയലുണ്ട്. വഴക്കല്ലായിരുന്നു. അമ്മമ്മ വിചാരിച്ചിട്ടില്ല. റിസൾട്ട് വന്നേരം ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഫിസിക്സ് എല്ലാം കുറച്ച് ടഫായതുകൊണ്ട് കിട്ടണമെന്ന് ഉണ്ടായിട്ടില്ല ഫുൾ A+. റിസൾട്ട് വന്നേരം ഫുൾ ഹാപ്പിയായി, പറഞ്ഞ പോലെ തന്നെ തുള്ളിച്ചാടലും എല്ലാന്ന്. അവസാനം അമ്മേനെ വിളിച്ചു പറഞ്ഞാൽ അമ്മമ്മ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, ഇത് ഉണ്ടാക്കിയതാന്ന് അറിഞ്ഞു. തീരെ വിശ്വാസമായിട്ടില്ല. അത് കാണിച്ചു കൊടുത്തേരാന്ന് വിശ്വാസമായത്. എന്തുകൊണ്ടും അസ്ത്ര ബാച്ച് എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത്രക്കും അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആയാലും ക്ലാസ് ആയാലും സ്കൂളത്തേനേക്കാട്ടി നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ക്ലാസ്സും എല്ലാം. അതെ, സ്കൂളും മികച്ചതാവട്ടെ. ഇനി വരുന്ന കുട്ടികൾക്ക് സ്കൂളത്തെ ക്ലാസ്സുകളും മികച്ചതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുക. കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നമുക്ക് മോളുടെ അമ്മയെ കൂടി ഒന്ന് ക്ഷണിക്കണം കേട്ടോ. അപ്പോൾ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മോള് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് പാരൻസിന് പറയാനുണ്ട്. ഒരുപാട് പാരൻസ് നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ മോളുടെ കൂടെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അമ്മ ചിലപ്പോൾ ടെൻഷനിലേക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, എന്തായാലും വിളിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവർക്ക് ഓൾ ദ ബെസ്റ്റ് കൊടുത്താലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മുടെ രുക്മമ്മയുടെ അമ്മയാണ്. അപ്പൊ അമ്മക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അല്ലേ അമ്മ? സൈലത്തിന്റെ ക്ലാസ്സിൽ ഞാൻ അതിന് പരിചയപ്പെട്ടത് PSC വഴിയായിരുന്നു. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ നല്ല എന്താ പറയുക ആഴത്തിൽ മനസ്സിലാവും. കാരണം ഇപ്പോഴത്തെ PSC ഒക്കെ പ്രസ്താവന ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം സൈലത്തിന്റെ ക്ലാസ്സുകൾ പഠിച്ച ഒരാൾക്ക് ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും പ്രസ്താവന ചോദ്യങ്ങൾ പെട്ടെന്ന് പരിചയപ്പെടാനുള്ള അത്രയ്ക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മോളോട് പറഞ്ഞത്, പിന്നെ സൈലത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് എന്തായാലും എടുക്കാം, എന്തായാലും മോശം വരില്ല. ഇവിടെ പഠിപ്പ് ഇത് നോക്കുമ്പോൾ ആദ്യം ട്യൂഷന് പോയ ഒരു സമയത്ത് കുറച്ച് ബാക്കോട്ടായിരുന്നു. അപ്പം ഞാൻ പ്രിഫർ ചെയ്ത് അവളത് സ്വീകരിച്ച് എന്തായാലും ഇതുവരെയായിട്ട് മോശം വന്നിട്ടില്ല. ആ ഒരു ലാസ്റ്റ് നിമിഷം A+ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. എവിടെ പ്രതീക്ഷ പോയിട്ടുണ്ടായിരുന്നല്ലേ? അച്ഛൻ വരെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു ഫുൾ A+ കിട്ടിയെന്നുള്ളത്. അതിൽ താങ്ക്സ് സൈലത്തിനോട് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അമ്മ പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയോ? സൈലത്തിനെ വിശ്വസിച്ച് നിങ്ങൾ മോളെ പറഞ്ഞു അങ്ങനെ വിചാരിച്ചു? ഞാൻ ഈ ഒരു ലെവലിൽ എത്തിപ്പെട്ടത് 100% ഉറപ്പ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 100% പറയാൻ പറ്റും. അതെ, എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. കാണാം.